പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ജിനുകാത്ത അക്കൗണ്ടിംഗ് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ പ്രാക്ടിക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇവിടെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ദ വേരിയസ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ആൽഫ ലിമിറ്റഡ് ഫോർ ദ മന്ത് ഓഫ് ജാനുവരി 2024 ആർ ഗിവൺ ബിലോ. അസർടെയിൻ ക്യാഷ് ബാലൻസ് യൂസിംഗ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ജിനുകാത്ത ഫോർ ദ മന്ത് ഓഫ് ജാനുവരി. അപ്പോൾ ഇവിടെ ക്യാഷ് ബാലൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് ബാലൻസ്, ക്യാഷിന്റെ ലെഡ്ജർ നമുക്ക് വ്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ക്യാഷ് ലെഡ്ജർ അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് ഒക്കെ വ്യൂ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് വ്യൂ ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് ഈസി ആയിട്ട് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കമ്പനീൻ്റെ പേര് അല്ലെ കമ്പനി ക്രിയേഷൻ ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം അഡ്മിൻ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. ആൽഫ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. മാസം ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനുവരി 2024. അപ്പോൾ 1/1/2024 എന്നുള്ള അക്കൗണ്ടിങ് ഇയർ നമുക്ക് തുടക്കമായിട്ട് കൊടുക്കാം. ഓക്കെ, ആൽഫ ലിമിറ്റഡ് ക്രിയേറ്റ് ഓർഗനൈസേഷനിൽ പോവാം. ആൽഫ ലിമിറ്റഡ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം, ആൽഫ LTD. ഓക്കെ, അപ്പോൾ 1/1/2024 31 ഡിസംബർ 2024 എന്നുള്ളത് വരും. അപ്പോൾ ഇതൊരു ലോജിക്കലായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ഒക്കെ സെറ്റ് ചെയ്യാൻ. ഒരു മാസത്തെ ട്രാൻസാക്ഷനൊക്കെ തരുള്ളൂ. അപ്പോൾ ആ മാസം ഉൾപ്പെടുന്ന ഡേറ്റ് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, 1/1/2024 ഞാനിവിടെ കൊടുത്തു. അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ തീരുന്നത് 31/12/2024. അപ്പോൾ അക്കൗണ്ടിങ് ഉള്ളിൽ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. പ്രൊസീഡ് കൊടുക്കാം. യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ക്രിയേറ്റ് ആൻഡ് ലോഗിൻ. ഓക്കെ, നമ്മൾ മെയിൻ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി മാസ്റ്ററിൽ പോയിട്ട് ക്രിയേറ്റ് അക്കൗണ്ട്. ഇനി നമുക്ക് ട്രാൻസാക്ഷൻസ് നോക്കണം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ക്യാഷും ക്യാപിറ്റലും ആണ് രണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കറണ്ട് അസറ്റിൽ പോവുക, ക്യാഷ് എടുക്കുന്നു, അക്കൗണ്ട് നെയിം ക്യാഷ് സേവ്. ഓക്കെ, അടുത്ത് നമുക്ക് ക്യാപിറ്റലാണ് വേണ്ടത്. സെലക്ട് ഗ്രൂപ്പിൽ പോവുക, ക്യാപിറ്റൽ എടുക്കുന്നു, അക്കൗണ്ട് നെയിം ക്യാപിറ്റൽ, സേവ് കൊടുക്കുക. അടുത്ത ട്രാൻസാക്ഷൻസ് നമുക്ക് കാണണം. ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കും ക്യാഷുമാണ് വരേണ്ടത്. അപ്പോൾ ബാങ്ക് ക്യാഷ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാങ്ക് ഉണ്ടാക്കുക. കറണ്ട് അസറ്റിൽ ബാങ്ക്, സേവ് കൊടുക്കുക. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസസും ക്യാഷുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ അണ്ടർ എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിൽ പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. പർച്ചേസസ്, സേവ് കൊടുക്കുക. ബോർഡ് മെഷീനറി മേടിച്ചു അല്ലെ. മെഷീനറിയും ക്യാഷ് അക്കൗണ്ടാണ് രണ്ട് അക്കൗണ്ട്. അതിൽ മെഷീനറി അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. മെഷീനറി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ആണ്. അതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എടുക്കുന്നു. അതിലും പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. മെഷീനറി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സേവ്. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും ആണ് വരേണ്ടത്. സെയിൽസ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. സെലക്ട് ഗ്രൂപ്പിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡയറക്റ്റ് ഇൻകം ആണ് അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ സെയിൽസ് കാണിക്കുക. അപ്പോൾ അവിടെ എന്ത് കാണിക്കേണ്ടതാണ്? ഡയറക്റ്റ് ഇൻകം കാണിക്കേണ്ട ഏരിയ ആണത്. അപ്പോൾ ഡയറക്റ്റ് ഇൻകത്തിൽ പോവുക, അവിടെ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര ഗ്രൂപ്പുകളാണുള്ളത്? അതൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് വൈവയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ജിനുകാത്തയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. 13 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. 13 ഗ്രൂപ്പുകളാണ് ജിനുകാത്തയിലുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് വരാം. നമ്മൾ സെയിൽസ് ഉണ്ടാക്കി. ഇനി റെന്റ് അല്ലേ. റെന്റ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. റെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതൊക്കെ അറിയേണ്ട കേസാണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കേസാണ്. അതായത് ജേണൽ എൻട്രി ആണ് നമുക്ക് ഇന്നത് അറിയേണ്ടത്. ഇതിനൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുള്ളൂ. ഓക്കെ, റെന്റ് നമ്മൾ സേവ് ചെയ്യുക. ഇനി അടുത്തത് റിസീവ്ഡ് കമ്മീഷൻ. അപ്പോൾ അടുത്തത് കമ്മീഷനാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. കമ്മീഷൻ കിട്ടിയെന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഇൻഡയറക്റ്റ് ഇൻകം ആണ് കമ്മീഷൻ അല്ലെ. കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. കമ്മീഷൻ സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ടുകളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വൗച്ചർ ക്രിയേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ വൗച്ചർ ക്രിയേഷൻ ആണെങ്കിൽ നമുക്ക് വീണ്ടും ട്രാൻസാക്ഷനിലേക്ക് പോകണം അല്ലേ. ജനുവരി 1 ഡേറ്റ് കൃത്യമായിട്ട് ഇടുക. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നുള്ളത് റെസിപ്റ്റ് വൗച്ചറിൽ എൻ്റർ ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. 1/1/2024 വൗച്ചർ 1 തന്നെ 1,00,000 രൂപ. സേവ്. ഓക്കെ, അത് സേവ് ആയി. അടുത്തത് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. 5-ാം തീയതി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 12,000. ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺട്രാ എൻട്രി ആണ് അല്ലെ. ബാങ്കും ക്യാഷും വരുന്നുണ്ട് അവിടെ. അപ്പോൾ കോൺട്രാ തിരഞ്ഞെടുക്കുക. അതിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 12,000 രൂപ. 5-ാം തീയതിയിൽ നടന്ന ട്രാൻസാക്ഷൻ. ആ ഡേറ്റ് ഒക്കെ നോക്കുക. 5/1 സേവ് കൊടുക്കുക. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 8-ാം തീയതി 20,000 രൂപ. അപ്പോൾ എന്ത് ചെയ്യണം? വൗച്ചറിൽ പോവുക, പർച്ചേസ് അക്കൗണ്ട് എടുക്കുക. 8-ാം തീയതി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 20,000. സേവ്. അടുത്തത് 15-ാം തീയതി ബോട്ട് മെഷീനറി 25,000. മെഷീനറി മേടിച്ചു അല്ലെ. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. പൈസ കൊടുത്തിട്ടാണ് മെഷീനറി മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് വൗച്ചറിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് വൗച്ചറിൽ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പേയ്മെൻറ്റിൽ നമ്മൾ ആദ്യത്തെ ഇതാണ് എൻ്റർ ചെയ്യുന്നത്. പേയ്മെൻറ്റിൽ നമ്മൾ ആദ്യത്തേതാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അടുത്ത 2-ാമത്തെ ആണെങ്കിൽ നിങ്ങൾ 2 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഒരു വൗച്ചറിൽ 2-ാമത്തെ ആണ് നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് 2 എന്നുള്ളത് കൊടുക്കുക. 3-ാമത്തെ ആണെങ്കിൽ 3 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇവിടെ 25,000. സേവ് കൊടുക്കുക. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 27,000. 20-ാം തീയതി നമ്മൾ ഗുഡ്സ് 27,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അതെവിടെ വരും? സെയിൽസിൽ വരും അല്ലേ. സെയിൽസിൽ 1-ാമത്തത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 27,000. 27,000 എൻ്റർ അടിക്കുക. സേവ് കൊടുക്കുക. അത് സേവായി. ഇനി അടുത്തത് പെയ്ഡ് റെന്റ് 15,000. 24-ാം തീയതി പെയ്ഡ് റെന്റ്. അപ്പോൾ റെന്റ് നമ്മൾ കൊടുത്തതാണല്ലോ പേയ്മെന്റിൽ 2-ാമത്തെ വൗച്ചറിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സേവ് കൊടുക്കാം. ഇനി ലാസ്റ്റത്തെ ട്രാൻസാക്ഷൻ ആണ്. ഇത് കഴിഞ്ഞു അല്ലേ. റിസീവ്ഡ് കമ്മീഷൻ 30-ാം തീയതി റിസീവ്ഡ് കമ്മീഷൻ 2,000. റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആണ്, നമുക്ക് കിട്ടുന്നതാണല്ലോ അല്ലേ. റെസിപ്റ്റിൽ 2-ാമത്തെ വൗച്ചറാണ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ 2,000. ഡേറ്റ് 30-ാം തീയതി. സേവ്. ഓക്കെ, നമ്മളെല്ലാ ട്രാൻസാക്ഷൻസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ജസ്റ്റ് റിപ്പോർട്ടിൽ പോയിട്ട് ട്രയൽ ബാലൻസ് എടുത്തിട്ട് വ്യൂ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കാണാം. ഇവിടെ ടാലി ആയിട്ടുണ്ട്, അതായത് 2 ഭാഗവും ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയാണ്. ലെഡ്ജർ അക്കൗണ്ട്സ് അതേപോലെ തന്നെ വൗച്ചർ എൻട്രി ഒക്കെ ശരിയാണ്. അല്ലെങ്കിൽ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. തെറ്റുണ്ടെങ്കിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് ശരിയാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ക്യാഷ് അക്കൗണ്ട് വ്യൂ ചെയ്യാനാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ല. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്യാഷ് ബാലൻസ് കാണുക. ശരിക്കും നമുക്കിത് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാം അല്ലേ, എത്ര ക്യാഷ് ആയിരിക്കും എന്നുള്ളത്. ഇവിടെ നമുക്ക് 1,00,000 രൂപ വരുന്നു. അതിൽ നമ്മളൊരു 12,000 രൂപ ബാങ്കിലേക്ക് ഇടുന്നു. അപ്പോൾ 1,00,000-ൽ നിന്ന് 12,000 കുറയണം. ഇനി നമ്മൾ 20,000 രൂപയ്ക്ക് സാധനം മേടിക്കുന്നു, വീണ്ടും 20,000 രൂപ കുറയണം. നമ്മൾ 25,000 രൂപയ്ക്ക് മെഷീനറി മേടിക്കുന്നു, 25,000 കുറയണം. പിന്നെ നമ്മൾ സാധനം വിൽക്കുന്നു, 27,000 കിട്ടുന്നു.
പിന്നെ 15,000 രൂപ റെന്റ് കൊടുക്കുന്നു, കമ്മീഷൻ 2,000 കിട്ടുന്നു. ഇത് നമുക്ക് കാൽക്കുലേറ്റർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ആൻസർ ആയി. അപ്പോൾ ഇത് നമുക്കൊന്ന് കൂട്ടി നോക്കാം അല്ലെ. 57,000. അപ്പോൾ ഇവിടെ 57,000 ക്യാഷ് ബാലൻസ് കാണിക്കണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം 57,000 ആണോ ക്യാഷ് ബാലൻസ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? റിപ്പോർട്ടിൽ പോവുക, ലെഡ്ജർ എടുക്കുക. ലെഡ്ജറിൽ ഏതാണ് ക്യാഷ് ആണ് നമുക്ക് വ്യൂ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഇതൊന്ന് അൺടിക്ക് ചെയ്യാം. മന്ത്ലി ലെഡ്ജർ എന്നുള്ളത് അൺടിക്ക് ചെയ്തിട്ട് 1/1/2024 തുടങ്ങി 31/1/2024 തീരണം. ഇനി വ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷ് ബാലൻസ് വ്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ 31 കണ്ടോ, ക്ലോസിംഗ് ബാലൻസ് ക്യാരീഡ് ഫോർവേഡ് 57,000 കണ്ടോ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് 57,000 രൂപ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്തത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസ് വ്യൂ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രയൽ ബാലൻസ് വ്യൂ ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റാണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത് ഒന്നുമില്ല, ജസ്റ്റ് റിപ്പോർട്ടിൽ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട് കാണാൻ പറയുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട് കാണാം. ഇനി ചിലപ്പോൾ ഈ പർച്ചേസ് അക്കൗണ്ട് വ്യൂ ചെയ്യാനായിരിക്കും വരുന്നത്. പർച്ചേസ് അക്കൗണ്ട് കാണാൻ ലെഡ്ജർ അക്കൗണ്ടിൽ പോകുന്നു, അതിൽ പർച്ചേസ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു, മന്ത്ലി ലെഡ്ജർ അൺടിക്ക് ചെയ്യുന്നു, 31 ആ മാസത്തെ മാത്രം കാണിക്കുക. അത് ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും കിടക്കുന്നത്. അത് വ്യൂ ചെയ്യുന്നാൽ നമുക്ക് പർച്ചേസ് അക്കൗണ്ടോ സെയിൽ അക്കൗണ്ട് ഏത് അക്കൗണ്ട് വേണമെങ്കിലും റിപ്പോർട്ടിൽ പോയി ലെഡ്ജർ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. 3 വീഡിയോയും ജിനുക്കാത്തയിലെ 3 വീഡിയോസും നമ്മൾ ഇതിനോടകം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു.